സംസ്ഥാനത്തും ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. നാളെ മുതൽ റംസാൻ വ്രതത്തിന് തുടക്കം. പൊന്നാനിയിലും കാപ്പാടും മാസപ്പിറവി കണ്ടു. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ പരിശുദ്ധ റംദാനായുള്ള കാത്തിരിപ്പിലായിരുന്നു വിശ്വാസികൾ. ഇനിയുള്ള ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ദിനരാത്രങ്ങളാണ്. പകൽ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് സർവവും നാഥനിൽ അർപ്പിച്ച് പ്രാർത്ഥനയിലാകും വിശ്വാസികൾ. പുണ്യങ്ങളുടെ പൂക്കാലമായി കരുതുന്ന ഈ വിശുദ്ധ മാസമാണ് ഇസ്ലാമിക ചരിത്രത്തിലെ പല സുപ്രധാന സംഭവങ്ങൾക്കും സാക്ഷിയായത്. മാനവരാശിക്കായി വിശുദ്ധ ഖുർആൻ അവതരിച്ചത് റമദാനിലാണെന്നാണ് വിശ്വാസം. 1000 മാസത്തെ പ്രാർത്ഥനയുടെ പുണ്യം നൽകുന്ന ലൈലത്തുൽ ഖദറും പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന സക്കാത്തും ഈ പുണ്യമാസത്തിന്റെ തിളക്കമേറ്റുന്നു. ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കും. എല്ലാവരോടും ഒത്തൊരുമയോടെ കൂട്ടായ്മയോടെ ജീവിക്കും. നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സർവസ്വം സമർപ്പിക്കും എന്ന പ്രാർത്ഥന അധിഷ്ഠിതമായി സൃഷ്ടാവായ റബ്ബിന് വിനയാന്വിതനായി സർവസ്വം സമർപ്പിച്ച് കഴിയുക എന്നതാണ് പരിശുദ്ധമായ റമദാനിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. പകലിലെ ഉപവാസത്തിനു ശേഷം വൈകിട്ട് നടക്കുന്ന ഇഫ്താർ വിരുന്നുകൾ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒത്തുചേരാനുള്ള വേദികളാകും. അമൃത ന്യൂസ്, മലപ്പുറം.